ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും മാത്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിങ്ങിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് +1 ഹിസ്റ്ററിയിലെ 10ാം ചാപ്റ്റർ ആയിട്ടുള്ള തദ്ദേശീയ ജനതയുടെ സ്ഥാനഭംശം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതില് ആകെ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാ ചാപ്റ്ററും നമ്മൾ 2 ഭാഗം പഠിച്ചിട്ടുണ്ട്. എപ്പോഴും എക്സാമിന് വന്നിട്ടുള്ള ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ഉണ്ടാവുന്നതാണ് ഹിസ്റ്ററിയിൽ മാപ്പ് എന്ന് പറയുന്ന ഭാഗം. നമ്മള് മാപ്പ് പലപ്പോഴും ചെയ്യുന്ന എന്തറിയോ, 4 മൂലയിലേക്കും അങ്ങോട്ട് അടയാളപ്പെടുത്തി വെക്കും. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഈ മോഡൽ എക്സാമിന് വന്ന മാപ്പും അതിന്റെ ആൻസറും ഉണ്ടല്ലോ, ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണേ. എപ്പോഴും നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യറിയോ, നമുക്ക് ഒരു സ്ഥലം അറിയും. എക്സാമ്പിൾ മക്ക, അതല്ലെങ്കിൽ ജപ്പാൻ, അല്ലെങ്കിൽ ചൈന. ചൈന എന്ന് പറയുമ്പം ലോക മാപ്പ് നോക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു അടുത്തുള്ള ഒരു രാജ്യമാണല്ലോ. നേപ്പാളിന്റെ കുറച്ച് മേലെയായിട്ട് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ ചൈന നമുക്കറിയും, ബാക്കിയുള്ള പ്രദേശങ്ങൾ അറിയില്ല. എന്ത് ചെയ്യറിയോ, ചൈനയുടെ അടുത്ത് തന്നെയല്ലേ 4 ഭാഗത്തായിട്ട് എന്താക്കുക, ജസ്റ്റ് മാർക്ക് ചെയ്യാം, എന്നിട്ട് എഴുതി വെക്കുക. ഈ വർഷത്തെ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുകയാണ്. 4 ഭാഗത്തൊക്കെ ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ചോദിക്കില്ല. നിങ്ങൾ +1 എത്തിയിട്ടുള്ളൂ. +1ലും +2ലെ കുട്ടികളോട് നിങ്ങൾക്ക് അനുസരിച്ചുള്ള ചോദ്യം മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് ചോദിക്കൊള്ളുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോ 4 ഭാഗത്ത് അടയാളപ്പെടുത്തി വെക്കല്ല വേണ്ടത്. നമ്മൾ ഒരു പ്രദേശം അറിയുമെങ്കിൽ അതിനോട് അടുത്ത് തന്നെയാവണം ബാക്കിയുള്ളതും അടയാളപ്പെടുത്തി വെക്കുന്നത്. തീർച്ചയായിട്ടും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതൊരു ടിപ്പാണ്. ഈ ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത എക്സാമിന് അഥവാ വാർഷിക പരീക്ഷയ്ക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കൂടെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഓക്കെ, മറക്കരുത്. ഇനി നമുക്ക് മറ്റു എന്തെങ്കിലും ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ നിന്ന് 10ാം ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അമേരിക്കയിലെ സ്വർണത്തിന്റെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഭാഗമുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് വരാവുന്ന മാക്സിമം ഏറ്റവും വലിയ എസ്സേ ക്വസ്റ്റ്യൻ അത് തന്നെയാണ് പല സമയങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങൾ ഏകദേശം സോൾവ് ആക്കാനായിട്ട് പറ്റും. നമ്മൾ വേഗം അതിലേക്ക് മാറിയാലോ, പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് നീങ്ങുകയാണ്. സ്വർണ പ്രവാഹവും വ്യവസായങ്ങളുടെ വളർച്ചയും എന്നുള്ള ഭാഗമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. 1840കളിൽ USA കാലിഫോർണിയയിൽ സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തി. ഇത് സ്വർണം തേടിയുള്ള ജനങ്ങളുടെ അമേരിക്കയിലേക്കുള്ള പ്രവാഹത്തിന് കാരണമായി. പെട്ടെന്ന് സൗഭാഗ്യം കൊയ്യണമെന്ന പ്രതീക്ഷയോടെ ആയിരക്കണക്കിന് യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് പ്രവഹിച്ചു. ഇത് അമേരിക്കൻ വൻകരക്കു കുറുകെ റെയിൽപാതകൾ പണിയുന്നതിന് കാരണമായി. ആയിരക്കണക്കിന് ചൈനീസ് തൊഴിലാളികളെ ഉപയോഗിച്ച് US റെയിൽവേയുടെ പണി 1870കളിൽ പൂർത്തിയാക്കി. വടക്കേ അമേരിക്കയിൽ വ്യവസായിക വിപ്ലവം ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണം റെയിൽവേയുടെ വികസനമായിരുന്നു. റെയിൽവേയുടെ വികസനത്തോടെ ദൂരദേശങ്ങളെ കൂട്ടിയിണക്കാനും ചരക്കു നീക്കങ്ങൾ വേഗത്തിലാക്കാനും കഴിഞ്ഞു. അമേരിക്കയിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം യന്ത്രങ്ങളുടെ നിർമ്മാണമാണ്. അതോടെ വൻതോതിൽ കൃഷി സുഗമമായി തീർന്നു. വ്യവസായത്തിന്റെ വളർച്ചയോടെ USA വ്യാവസായിക നഗരങ്ങൾ വളർന്നു വന്നു. ഫാക്ടറികളുടെ എണ്ണം പല മടങ്ങായി വർദ്ധിച്ചു. വൻതോതിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വികസനവും ഉണ്ടാകുന്നു. വിസ്തൃതമായ പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് കൃഷിയിടങ്ങളാക്കി മാറ്റുന്നു. അഥവാ അമേരിക്കയില് വ്യവസായ വിപ്ലവവും യന്ത്രവൽക്കരണങ്ങളും ഒക്കെ വരാനുള്ള കാരണം സ്വർണത്തിന്റെ കണ്ടുപിടുത്തമാണ് എന്നാണ് പറയുന്നത്. സ്വർണത്തിന്റെ കണ്ടുപിടുത്തങ്ങളോട് കൂടി
യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു പ്രവാഹം തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് റെയിൽവേ ഗതാഗതം ദ്രുതഗതിയിൽ അതിന്റെ പണി നടക്കുന്നു. ചൈനയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് ജോലിക്കാർ വന്ന് പെട്ടെന്ന് ജോലി തീർക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് യന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കാനും യന്ത്രവൽക്കരണങ്ങളിലേക്ക് പോകുന്നു. അതുവഴി പെട്ടെന്ന് വ്യവസായവൽക്കരണം അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കൃഷിയിടങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ യന്ത്രങ്ങൾ കടന്നുകൂടുന്നുണ്ട്. ഇങ്ങനെ അമേരിക്കയുടെ അടിമുടിയുള്ള മാറ്റത്തിലേക്ക് ഈ സ്വർണത്തിന്റെ കണ്ടുപിടുത്തം മാറുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് ഈ വാർഷിക പരീക്ഷയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ ഉള്ളതിലൊക്കെ മോട്ടോ ആയിട്ട് ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം ഒരു ക്വസ്റ്റ്യനെ പറയുന്നുള്ളൂ. വരാൻ സാധ്യതയുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം വാട്സപ്പിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിക്കൂടെ. ചോദ്യവുമായിട്ടോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ, +1 +2 ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് ഇവിടെ സോൾവ് ആക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. മറ്റൊരു സെക്ഷനുമായി വീണ്ടും വരാം. മാപ്പിന്റെ കാര്യം മറക്കരുത്.